ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കുറച്ച് നാൾ മുമ്പുണ്ടായ ഒരു വിവാദം, ആ വിവാദത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ആ വിവാദം സംബന്ധിച്ച വീഡിയോ ഒന്ന് കാണാം. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പഠിപ്പിച്ച് ഇപ്പോൾ വമ്പിച്ച നാശം ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റില്ലല്ലോ, കേട്ടത്. അപ്പോൾ കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ ഒരുപാട് പേരാണ്. സ്ത്രീ സുരക്ഷ, സ്ത്രീ സ്വാതന്ത്ര്യം. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശബരിമല വിഷയത്തിലുണ്ടായ നവോത്ഥാന നീക്കങ്ങളൊന്നും തന്നെ പിന്നീട് വന്ന സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനമെന്ന് സ്വയം വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില ബുദ്ധിജീവികൾ, പിന്നെ കുറെ മറ്റേ കിഴങ്ങന്മാരുണ്ടല്ലോ, സാംസ്കാരിക നായകൾ, ഈ ടീമുകളൊന്നും ഈ കാര്യം അറിഞ്ഞ മട്ടേയില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ സംസ്ഥാനത്തെ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞ് സ്ത്രീകളെ ഉദ്ബുദ്ധരാക്കാനും സ്ത്രീകൾക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടിട്ടില്ല. പക്ഷേ ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ ഒരു ഉസ്താദ് ഏഷ്യാനെറ്റിൽ വന്നിരുന്ന് അങ്ങ് തകർക്കുകയും ചെയ്തു. ആ ചർച്ചയിൽ മാത്രം ഒരു മുസ്ലിം സ്ത്രീ വന്നിരുന്ന് അവരെ വിമർശിക്കുന്നു എന്നല്ലാതെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മറ്റു മാധ്യമങ്ങളിലൂടെയോ ഫെമിനിസ്റ്റുകളെന്ന് സ്വയം ഭാവിച്ച് നടക്കുന്ന പല ആൾക്കാരും, പണ്ടൊരിക്കൽ ഫെമിനിസ്റ്റുകളെ എന്തോ പറഞ്ഞെന്ന് കരുതി അയാളുടെ യൂട്യൂബ് അടച്ചുപൂട്ടിക്കുകയും അവിടെ കയറി അടിക്കുകയും അയാളുടെ ദേഹത്ത് കരിയോയിൽ ഒഴിക്കുകയും അയാളുടെ അമ്മയ്ക്കും അമ്മയുടെ അമ്മൂമ്മയ്ക്കും വരെ തെറി വിളിച്ച ചില ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഫെമിനിസ്റ്റുകളെ കൊണ്ട് നാട്ടിൽ വാ തുറന്നിട്ടില്ല. അതുങ്ങളൊക്കെ വാക്കകത്ത് നാവുണ്ടോന്ന് പോലും അറിയില്ല. ഫാസിസത്തെ ആൾക്കാർ എങ്ങനെയാണ് ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വയം ഫാസിസത്തിന് എങ്ങനെ കീഴടങ്ങി കൊടുക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇതൊക്കെ. നമുക്ക് ഈ ന്യായീകരണ ഉസ്താദിന്റെ കുറച്ച് വാക്കുകൾ കൂടെ കേൾക്കാം. സാധാരണ ഇത്തരം ചവറുകൾ ഞാൻ എടുക്കുന്നില്ല, ഇതിനുള്ളിൽ പുള്ളിയുടെ ഒരു ചെറിയ ഡയലോഗ് വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പ്രതിനിധീകരിക്കുന്ന ആളാണ് എന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഒരു അധ്യാപകനാണ്, ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നില്ല. സംഘടനാ പ്രതികൾ മാത്രമല്ല ചർച്ചയിൽ അല്ല, ഈ സുരേഷ് എന്നെ വിളിച്ചത് ഇസ്ലാമിന്റെ ഒരു നിയമം പറയാൻ, അതിനെ അധികരിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പൊ അതിന് മുമ്പ് തന്നെ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ഒരാളെയാണല്ലോ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചത്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇസ്ലാമിന്റെ വാക്താവ് ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ മുഖമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിന്റെ സംഘടന ഏതാണ്, പ്രസ്ഥാനം ഏതാണെന്ന് ഞാൻ ചോദിച്ചത്. സ്വതന്ത്രമായി പഠിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നവരും ഈ ചർച്ചയുടെ ഭാഗമാണ്. ഇതൊക്കെ ഒരു തരം അടവുകളാണ്. ആർക്ക് വേണേലും ഖുർആൻ പഠിക്കാം, ആർക്ക് വേണേലും ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കാം. പഠിച്ച നിയമങ്ങൾ ശരിയല്ല എന്ന് തോന്നിയാൽ ചോദ്യം ചെയ്യാം. അപ്പോൾ അതിൽ പറയുന്നു സ്വതന്ത്രമായി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്കും ഇതിൽ വരാം. അത് ഹിന്ദു മതത്തിനോടാണെങ്കിലും മതം പഠിച്ചവർ, അത് ഹിന്ദുക്കളിൽ ഹിന്ദു മതം ഒരാൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ദൈവങ്ങൾ, എല്ലാ ദൈവങ്ങൾക്കും ഓരോ ആചാരങ്ങൾ, അത് സംസ്ഥാനങ്ങൾ കഴിയുമ്പോൾ മാറുകയും സംസ്ഥാനങ്ങൾക്കുള്ളിൽ ജില്ലകൾക്കുള്ളിൽ പോലും ആചാര സമ്പ്രദായങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊന്നും പഠിച്ചിട്ട് പൂർണ്ണതയിലെത്താനൊന്നും ഒരാൾക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലെല്ലാം ധാരാളമായ വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ഇൻക്ലൂഡിങ് നമ്മൾ പോലും പല കാര്യങ്ങളും വിമർശിക്കും. ഇപ്പം സ്ത്രീയും പുരുഷനും, അന്യ സ്ത്രീയും പുരുഷനും, അഥവാ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്ത് തനിച്ചാവുക എന്നുള്ളത് ഇസ്ലാം അത് വിലക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയുന്നു. സത്യത്തിൽ അവർ തെറ്റിലേക്ക് ഏർപ്പെട്ടിട്ടില്ല, പക്ഷെ ആ തെറ്റിലേക്ക് ഏർപ്പെടാനുള്ള വഴിയെ കൂടി ഇസ്ലാം നേരത്തെ തന്നെ അതിലൊരു ജാഗ്രത വേണം എന്നുള്ളത് കൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയുന്നത്. ദിനാസദ് പലതും പറഞ്ഞു. ഞാൻ ചോദ്യത്തിന് ഉത്തരമായില്ല എന്ന പ്രയോഗം നിങ്ങൾ നടത്തുമ്പോൾ ഞാൻ ചോദിച്ചത് പൊതുസ്ഥലത്ത്, അത് കടപ്പുറമാകാം, ഒരു ഗ്രൗണ്ട് ആകാം, അവിടെ 50 വയസ്സ് കഴിഞ്ഞവരിൽ ഭൂരിപക്ഷം പേര്, അല്ലെങ്കിൽ വിവിധ പ്രായത്തിലുള്ളവരായിക്കോട്ടെ, അവരൊരു മാസ് ഡ്രില്ല് നടത്തുന്നു. അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യായാമം ചെയ്യുന്നു. എനിക്ക് പറഞ്ഞു വരാൻ നിങ്ങൾ അവസരം തരൂ. അഭിനവ നവോത്ഥാന നായകർ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ കാന്തപുരം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തതോളം എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയും, എന്തെങ്കിലും ഒന്ന് പറയാൻ കാണൂ. കാന്തപുരം ഉസ്താദ് എന്തെല്ലാം വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി, സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള വിക്രയങ്ങളാണെങ്കിലും ഇസ്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം അത് തെറ്റാണെന്ന് പറഞ്ഞു. ആ നിലപാട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തന്റെ അണികളോട്. അപ്പോ ഇസ്ലാം മതത്തെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ടൊന്നും അറിയില്ല, പക്ഷെ ദൈവം എന്നതൊന്നുണ്ടെങ്കിൽ അത് പവർഫുൾ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ അൻസാദ് ഉസ്താദ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീയും പുരുഷനും മാത്രം, ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും മാത്രം തനിച്ചൊരു സ്ഥലത്തായി പോവുക, അല്ലെങ്കിൽ അവർ ഇടകലർന്ന് പെരുമാറേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ
അവിടെ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ രണ്ട് രീതിയിലാണ് ഇവിടെ സംശയങ്ങളുള്ളത്. ഒന്ന്, ഒരു അന്യ സ്ത്രീയും പുരുഷനും പ്രണയത്തിലാകാം. പോകുന്ന ഒരു സാഹചര്യത്തിൽ അവർ പരസ്പരം സഹായകരമാകുമ്പോൾ പ്രണയത്തിലാകാം. അതുമല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ ബലാത്സംഗം ചെയ്യാം. അതുമല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ താല്പര്യം തോന്നി അവർ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഇതെന്തും സംഭവിക്കാം. ഇനി അഥവാ ഇവിടെ അപ്പോൾ ഒരു സ്ത്രീക്ക് താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പുരുഷന്റെയും താല്പര്യത്തോടു കൂടി ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ ആ സ്ത്രീയുടെ മുൻകാലം, അതായത് ആ സ്ത്രീ കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ളതാണോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതാണോ, 50 വയസ്സുള്ള ആളാണോ അല്ലെങ്കിൽ 25 വയസ്സുള്ള ആളാണോ, ഇതൊന്നും അവിടെ വിഷയമല്ല. ഇവരിത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തടയാൻ കഴിയും? അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇടകലരാതെ നോക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇടകലർന്നാൽ ഇവരുടെ നിയന്ത്രണം പോകും. എന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിന്നാൽ അവര് ഇടകലരുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ചെയ്യുക എന്നത് മാത്രമാണ് ഉസ്താദിന്റെ ദൃഷ്ടി. ഇതിൽ രണ്ടാമതൊരു കാര്യം, ഇനി പുരുഷൻ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പുരുഷന് വികാരമുണ്ടായി സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു. സ്ത്രീയുടെ സുരക്ഷയാണ് പ്രധാനം. ഈ പറച്ചിൽ പറയുമ്പോഴാണ് എനിക്കൊരു സംശയം, അതായത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത, ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത എൻ്റെ ഒരു സാധാരണ സംശയമാണ്. നിങ്ങളുടെ ദൈവം അത്രയ്ക്കും ശക്തനല്ലേ? അല്ലെങ്കിൽ ഒരു വലിയ പരമകാരുണ്യവാനോ ദയാലുവോ അതുമല്ലെങ്കിൽ ഒരു ത്രികാലജ്ഞാനിയോ ആയിട്ടുള്ള ദൈവമല്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം? അതായത് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ ഒറ്റയ്ക്കാണെങ്കിൽ പുരുഷന് സ്ത്രീയോട് ഒരു തെറ്റായ ധാരണ അല്ലെങ്കിൽ ഒരു ലൈംഗികാസക്തി തോന്നുകയും അവരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ, ഇസ്ലാം അനുശാസിക്കുന്നതാണ് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിൽക്കരുത്, ഒരുമിച്ച് നിന്നാൽ അവിടെ വേറെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകാതെ ഇസ്ലാം വിലക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം പുരുഷന് അങ്ങനെ ഒരു ആഗ്രഹം സ്ത്രീയോട് തോന്നി ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അവിടെ മിണ്ടാതെ സ്തബ്ധനായി നോക്കി നിൽക്കും എന്നാണോ? ആയിരിക്കും. ഇപ്പോ ദൈവം അതല്ലേ പറയുന്നത്, നിങ്ങൾ ഇടകലർന്ന് കൂടെയുള്ള പുരുഷന് നിങ്ങളോട് എന്തെങ്കിലും മോശമായി തോന്നുകയും അയാൾ നിങ്ങൾ ബലാത്സംഗം ചെയ്താൽ, പെണ്ണുങ്ങളെ നിങ്ങൾ എന്നെ വിളിക്കണ്ട, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ബലാത്സംഗം ചെയ്യും. ഇതാണോ യഥാർത്ഥ ദൈവത്തിന് നല്ലത്? അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോടല്ലാതെ മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ പുരുഷന് അങ്ങനെ ഒരു ചിന്തയേ വരാൻ പാടില്ല എന്ന ഒരു അനുഗ്രഹത്തോടു കൂടി ഭൂമിയിലേക്ക് പുരുഷന്മാരെ വിട്ടിരുന്നെങ്കിൽ, അതുപോലെ സ്ത്രീയെയും തന്റെ ഭർത്താവായിട്ടുള്ള പുരുഷനോടല്ലാതെ മറ്റൊരു പുരുഷന്മാരോടും യാതൊരുവിധ ആസക്തിയും തോന്നില്ല എന്ന അനുഗ്രഹത്തോടു കൂടി സ്ത്രീയെയും ഈ ഭൂമിയിലേക്ക് വിട്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നം തീർന്നേ. യഥാർത്ഥത്തിൽ അവിടെ ആ പ്രശ്നം തീരേണ്ടത്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതും ഭൂമിയിൽ പരിണാമങ്ങളിലൂടെയാണ് മനുഷ്യനുണ്ടായി എന്നതും ഒക്കെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് എനിക്ക് തോന്നുന്നു മുഹമ്മദ് നബിക്ക് അതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. അള്ളാഹു വിചാരിച്ചാലൊന്നും ഈ പറയുന്ന പുരുഷൻ ഇങ്ങനെ ഒരു ലൈംഗികാസക്തി തോന്നുകയും ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ പുറപ്പെടുകയും ചെയ്താൽ അള്ളാഹുവിനെ കൊണ്ട് തടയാൻ കഴിയില്ല. അതുകൊണ്ട് ആ സ്ത്രീ സ്വയം സംരക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ എത്തിപ്പെടാതെ നോക്കണം. അപ്പോ താങ്കൾ ശരിക്കും ഒരു യുക്തിവാദിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ തീർത്തും ദൈവത്തിൽ വിശ്വസിക്കാതെ കൃത്യമായൊരു ഫിലോസഫി, അതാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഉസ്താദിനെ അഭിനന്ദിക്കുന്നു. താങ്കൾ ആ പറഞ്ഞത് ശരിയാണ്.